ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്ന മാനേജറുടെ പരാതിയിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ നിർണായകമായ തെളിവാകും. ഉണ്ണിമുകുന്ദൻ വിപിൻ കുമാറിനെ കൈക്ക് പിടിച്ച് തിരിക്കുന്നത് CCTVയിൽ വ്യക്തമാണ്. CCTV കാര്യം പറഞ്ഞപ്പോൾ CCTVയിൽ അങ്ങനെ ഒരു ദൃശ്യമില്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അത് വളരെ ഒരു ഫേക്ക് വ്യാജ വാർത്തയായിരുന്നു. അതിനെ ഒരുപാട് ഞാനത് ഇപ്പോഴേ അറിയണത് സത്യമാണ്. ചെറിയൊരു ബിറ്റ്, അതായത് പോലീസ് CCTV പരിശോധിച്ച് അതിനകത്തൊന്നുമില്ല, അതുപോലെ എൻ്റെ പരാതി നിലനിൽക്കുന്നില്ല എന്നുള്ളൊരു എന്ന് പോലീസ് എന്ന് പറഞ്ഞാണ് വാർത്ത കൊടുത്തത്. അത് പൂർണ്ണമായ അടിസ്ഥാനരഹിതമാണ്. കാരണം ഇത് ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. ഓക്കെ, ഹൈദർബായി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഇടിയുടെ വിഷ്വൽസ് CCTV ഫുട്ടേജിൽ കിട്ടിയത് പോലീസുകാരുടെ കയ്യിലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നെ. ഓക്കെ, ഇതിനു മുമ്പ് നമ്മൾ TV ചാനലിലൂടെ കണ്ട കാര്യം തെറ്റാണ് എന്ന് ഹൈദരാബാദ് കൃത്യമായി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയും. ഒരു മെയിൻ ചാനലിൽ ഒരു കാർഡ് വന്നു, ആ പോലീസ് CCTV ദൃശ്യങ്ങൾ എടുത്തു, അതിൽ ദൃശ്യങ്ങളൊന്നുമില്ല, അതിൽ കഴമ്പില്ല എന്നും പറഞ്ഞൊരു വാർത്ത വന്നു. അതിന്റെ വാസ്തവം എന്നറിയാൻ വേണ്ടി വിളിച്ചാണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ അവര് തന്നെ അന്വേഷണം നടത്തിക്കോട്ടെ. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടോ സാറേ? പിന്നില്ലേ ആ പറയണ ഇങ്ങനെ അയാളെ ആരോപിക്കുന്ന കുറ്റകൃത്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലേ? ഉണ്ട് ഉണ്ട്. പരാതിയിൽ വാസ്തവമാണ്. പിന്നെ ആ പരാതിയിൽ കഴമ്പുണ്ട്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ചാനലുകാരെടുത്തെന്ന് പറഞ്ഞ അവര് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇവിടെ എന്താ ഒരു നിയമവ്യവസ്ഥ ഉള്ളത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സംഭവമൊക്കെ ഉള്ളതാണ്. ഇയാള് അവിടെ ചെന്നു, കയർത്ത് സംസാരിച്ചു, പിടിവലി ഉണ്ടായി, ഇതൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ ഉണ്ടായ സംഭവത്തില് ബാക്കി അതിന് വേണ്ട തെളിവുകള് പോലീസ് മുഴുവൻ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗതുക ലേശം കൂടുതലാണ്. ഇപ്പൊ ആവശ്യമുള്ള CCTVയിൽ നോക്കി പരിശോധിച്ചു. അതിലും ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. എന്തും തള്ളും അടിയും പരിപാടികളും നടന്നു എന്നുള്ളത് കൺഫേം ആയല്ലോ. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.